ആരാകും സ്ഥാനാർത്ഥികൾ എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ അന്വേഷണമാണ് ഈ കാലയളവിൽ ഇനി അങ്ങോട്ട് സംഭവിക്കുക. അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് ന്യൂസ് 18 കേരളം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന അന്വേഷണം കഴിഞ്ഞ മണിക്കൂറുകളിലായി തുടരുന്നത്. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും സിറ്റിംഗ് എം പിമാരുടെ പ്രവർത്തനങ്ങളും എതിരാളികൾ കണക്കുകൂട്ടുന്നതുമെല്ലാം ഇതിൽ പരിഗണനാ വിഷയങ്ങളായി വരുന്നുണ്ട്. ആ സാധ്യതാ പട്ടികയാണ് പരിശോധിക്കുന്നത്. അടുത്തതായി മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിലേക്കാണ്. ചില ചോദ്യങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി പ്രേക്ഷകർക്കായി FB പോളിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതിലെ അടുത്ത ചോദ്യം ഇതായിരുന്നു: വർഗീയ പ്രചാരണം എന്നത് ഇപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്ന ഒന്നു തന്നെയാണോ? ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 93% ആളുകളും തെരഞ്ഞെടുപ്പുകളിൽ തോന്നിയ പടി വിജയിക്കാൻ വേണ്ടി വർഗീയ പ്രചാരണം ഇറക്കിവിടുന്നു. ഏറ്റവും അടുത്ത കാലത്ത് വന്ന 2 കോടതി വിധികൾ അത് ഓർമ്മിപ്പിക്കുന്നതുമാണ്. അഴീക്കോടും അതുപോലെ കൊടുവള്ളിയും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കിയ കോടതി വിധികൾക്ക് അടിസ്ഥാനമായതും ഇതാണ്. ജനങ്ങളിലും ശക്തമായ ബോധം ആ നിലയിൽ വർഗീയ പ്രചാരണം നടക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് 93%. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാ പാർട്ടികളിലും അഴിമതിക്കാറുണ്ടോ എന്നതാണ്. അഴിമതി ഒരു വലിയ പ്രശ്നമായി എല്ലാ കാലവും പല നിലകളിലും ചർച്ച ചെയ്യുന്നതാണ്. ജനങ്ങളുടെ പൊതുബോധം അങ്ങനെ തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അഴിമതിക്കാരുണ്ട്. 79% ആളുകളും വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെയല്ല എന്ന് 21% ആളുകൾ. അങ്ങനെ ഒരു പൊതു വിലയിരുത്തൽ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നവരാകാം. അഴിമതിക്കാറില്ല എന്ന നിലയിലല്ല, അങ്ങനെ ഒരു പൊതുപ്രചരണം ശരിയല്ല എന്ന് വിചാരിക്കുന്നവരാകാം. ഇടുക്കിയിലേക്ക് പോകാം. ഹൈറേഞ്ച് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ആരെ ഇറക്കുമെന്നതാണ് വലിയ ചോദ്യം. PJ ജോസഫ് 3ാം സീറ്റ് വാദിച്ച് 2ാം സീറ്റ് എന്ന നിലയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജോയ്സ് ജോർജ് സിറ്റിംഗ് MP വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുന്നു. നിശ്ചയമായും ജോയ്സ് ജോർജിൻ്റെ പേരിനാണ് വലിയ സാധ്യതയായി നിൽക്കുന്നത്. 2014 തെരഞ്ഞെടുപ്പ് ഫലം മത്സരിച്ചവരുടെ ചിത്രങ്ങൾ: സാബു വർഗീസ്, ഡീൻ കുര്യാക്കോസ്, ജോയ്സ് ജോർജ്. 2019 ജോയ്സ് ജോർജ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് എന്ന നിലയിൽ ഒരു പുതിയ സാധ്യത നിൽക്കുന്നു ഇടതുമുന്നണിക്ക് മുൻപിൽ. അതുപോലെ ഹൈറേഞ്ച് തിരിച്ചുപിടിക്കാൻ UDF ആരെ ഇറക്കും എന്ന ചോദ്യത്തിന് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസ്, മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴ മുൻ MLA കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ, ഇത്രയും സാധ്യതയാണ് ആ പേരുകളിൽ ഉള്ളത്. ശ്രീ ജയശങ്കർ, ഇടുക്കി വലിയ ചർച്ചയായതാണ് 2014. 2019 സ്ഥാനാർത്ഥികളെ എങ്ങനെയൊക്കെ ഫീൽഡ് ചെയ്യും പാർട്ടികൾ? അല്ല, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ച് മാത്രമല്ല, ലോ റേഞ്ചും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട്, ഇത് 4 ഹൈറേഞ്ചിലും, തൊടുപുഴ, കോതമംഗലം, അതുപോലെ മൂവാറ്റുപുഴ, ഇത് 3 ലോ റേഞ്ചിലും പെട്ട പ്രദേശങ്ങളാണ്. ആ രാഷ്ട്രീയത്തിന് ഒരു വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ, കോൺഗ്രസിനും അതുപോലെ കേരള കോൺഗ്രസിനും വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ്. PJ ജോസഫിന് വ്യക്തിപരമായിട്ട് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ജോസഫ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇടതുമുന്നണിയിലേക്ക് വന്നേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ജോയ്സ് ജോർജിനേക്കാളും ഇപ്പോഴത്തെ നിലയ്ക്ക് കുറച്ചുകൂടി ജനസമ്മതനും സ്വീകാര്യനുമായ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും. കാരണം അദ്ദേഹം നേരത്തെ അവിടെ പാർലമെൻറ്റ് മെമ്പർ ആയിരുന്നിട്ടുള്ള ആളാണ്. സഭയുമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. KM ജോർജിൻ്റെ മകൻ എന്ന രീതിയിൽ വലിയ സ്വാധീനവും സ്വീകാര്യതയും അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഒരു സത്യസന്ധനായ പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. ജോയ്സ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം പല കാര്യങ്ങളും വിവാദ നായകനായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് പാർലമെൻറ്റിനോ പുറത്തോ പ്രത്യേകിച്ച് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, പിന്നെ പള്ളിയുടെ വളരെ ശക്തമായ പിന്തുണ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പേരിട്ട ഹൈറേഞ്ച് നശീകരണ സമിതിയുടെ ഒരു വലിയ പിന്തുണ, പാറമടക്കാരുടെ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടിക്കാർ പുറകെ പോയി പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അതുപോലെ അപ്പോൾ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി. പക്ഷേ UDFന് മേൽക്കോയ്മയുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ ഒരു വൈകാരിക സാഹചര്യം ഇന്നിപ്പോൾ ഇല്ല, ആ ഒരു വികാരം ഇല്ല. പാറമട ഇന്ന് വലിയ വിഷയമല്ല. ആ ഘട്ടത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ്. ഇവിടെ PJ ജോസഫ് 2ാമൊരു സീറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും അത് കിട്ടാനുള്ള സാധ്യത തുലവും കുറവാണ്. 2ാമൊരു സീറ്റ് കിട്ടണമെന്നുള്ള കാര്യത്തിൽ ശ്രീ KM മാണിക്ക് യാതൊരു ആകാംക്ഷയുമില്ല, ഉത്കണ്ഠയുമില്ല, താല്പര്യവുമില്ല. അദ്ദേഹം കയ്യിലുള്ള ഒരു സീറ്റ് തന്നെ എങ്ങനെയെങ്കിലും UDFന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മകനുള്ളതുകൊണ്ട് ഇനി വേറൊരാളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. അതുപോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാവുന്ന ഒരു സീറ്റാണ്.
തീരെ മോശക്കാരനല്ലാത്ത ഏത് സ്ഥാനാർത്ഥി എന്നാലും ജയിക്കാം എന്നുള്ളതാണ് സൗകര്യം. എന്നാൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാം. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ഒന്നുകൂടി നല്ല മണ്ഡലം പത്തനംതിട്ടയിൽ ഒരു പക്ഷേ ഡീൻ കുര്യാക്കോസ് വീണ്ടും മത്സരിക്കാം, അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ. അതുമല്ലെങ്കിൽ ജയസാധ്യതയുള്ള സീറ്റായിട്ട് ആവശ്യക്കാർ ധാരാളം വരാൻ സാധ്യതയുണ്ട്. വഴക്കൻ മത്സരിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നുകിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു ആശീർവാദത്തോടെ മാത്യു കുഴൽനാടൻ മത്സരിക്കാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടേത് കൂടി താല്പര്യപ്രകാരം ഡീൻ കുര്യാക്കോസ് മത്സരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടുക്കിയിൽ എ ഗ്രൂപ്പാണ്, പത്തനംതിട്ടയിൽ എ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഇടുക്കിയിലും എ ഗ്രൂപ്പാണ്. ഇനിയിപ്പോൾ ചാലക്കുടി വരുമ്പോൾ അവിടെയും എ ഗ്രൂപ്പാണ്, പിന്നെ തൃശ്ശൂർ വരുമ്പോൾ അവിടെ എ ഗ്രൂപ്പാണ്. അങ്ങനെ ഗ്രൂപ്പ് സമവാക്യം പ്രധാനമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് സന്തുലനവും കൂടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം. അങ്ങനെ അവിടെയാണ് ശ്രീ ജയശങ്കർ താങ്കളുടെ ചോയ്സുകൾ ക്ലിയർ ആണ്. പക്ഷേ ആ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഒരു തർക്കവും പ്രശ്നവും ഉള്ളതുകൊണ്ടാണ് ഇതിനിടയിൽ വാഴക്കന്റെ പേരിന് മറ്റൊരു തരത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നത്. നേരത്തെ പീരുമേട് മത്സരിച്ചിട്ടുള്ള ആളാണ്, മൂവാറ്റുപുഴയുടെ മുൻ MLA ആണ്. ആ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചു, പിന്നീട് ജയിച്ചത് മൂവാറ്റുപുഴ, വീണ്ടും അവിടെ പരാജയപ്പെട്ടു. ഏതായാലും ഇപ്പോൾ ആ മേഖലയിൽ വളരെ കാര്യമായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശ്രീ സജീവൻ, ഇടുക്കി എങ്ങനെയൊക്കെയാണ് ഇത്തവണ, ഏതൊക്കെ പേരിനാണ് വലിയ സാധ്യത കാണുന്നത്? ഒന്നുള്ള ഇപ്പോൾ സിറ്റിംഗ് MP എന്നുള്ള ജോയ്സിൻ്റെ പേരാണല്ലോ വരുന്നത്, ജോയ്സ് ജോർജിൻ്റെ പേരാണ് വരുന്നത്. പക്ഷേ നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പോൾ CPM എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളത് അറിയില്ല. ഒരു കാര്യമുള്ളത്, ഒരു നിയമനിർമ്മാണം നടക്കേണ്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സഭയാണ് പാർലമെൻറ്റ്, ലോക്സഭ. അവിടെ ഈ കഴിഞ്ഞ സെഷനിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് കാലഘട്ടത്തിൽ എന്താണ് ജോയ്സ് ജോർജിൻ്റെ ഭാഗത്തുനിന്നൊരു സംഭാവന ഉണ്ടായത്? എന്താണ് അദ്ദേഹത്തെ സംഭാവനയാണ്, പങ്കാളിത്തം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. മറ്റ് പല ആളുകളുടെ കാര്യത്തിലും പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ETയുടെ കാര്യത്തിലൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. നിർണായക ഘട്ടത്തിൽ അവർ പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു MP എന്ന നിലയിൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്നു, അവിടേക്ക് MP ഫണ്ട് കിട്ടുന്നു, അത് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് അതൊന്നും അദ്ദേഹമല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു വലിയ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ തീർച്ചയായിട്ടും LDFന് പരിഗണിക്കാവുന്ന ആൾ ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ പേരിന്. അപ്പോൾ അദ്ദേഹം മുൻ MP ആണെന്നുള്ളത് ഈ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ജനപ്രതിനിധിയുടെ ഒരു പേരായിട്ട് നമുക്ക് ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് പറയാൻ പറ്റും. ഇവിടെ UDFന് വേണ്ടിയിട്ട്, കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സീറ്റ് PJ ജോസഫ് ആവശ്യപ്പെട്ടത് പോലും ഫ്രാൻസിസ് ജോർജിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുയായിയാണ് ഇദ്ദേഹം ഫ്രാൻസിസ് ജോർജ്. അപ്പം അങ്ങനെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന താല്പര്യമായിരിക്കും. അതിൽ വേറെ താല്പര്യം ഉണ്ടാവും. ലോക്സഭയിൽ എത്തുന്ന 2 കേരള കോൺഗ്രസ്സുകാരിൽ ഏറ്റവും തലയെടുപ്പുള്ള കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഫ്രാൻസിസ് ജോർജിന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ മാണിയോടുള്ള ഒരു രാഷ്ട്രീയ പക തീർക്കലോ ഒക്കെ ആയിട്ട് മാറാം. എന്തായാലും ഫ്രാൻസിസ് ജോർജ് LDFന്റെ കാൻഡിഡേറ്റായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി സജീവൻ, അതായത് ഇടുക്കിയുടെ മുൻ MP ആണ് ഫ്രാൻസിസ് ജോർജ്. വീണ്ടും ഒരു പാർലമെന്ററി മത്സര രംഗത്തേക്ക് കടന്നു വരുമോ, ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുമോ എന്നതാണ്. ജോയ്സ് ജോർജിന്റെ പ്രവർത്തനം പൊതുവെ തൃപ്തികരമല്ല എന്ന വിലയിരുത്തലുകൾ നിൽക്കുന്നു. അത്തരമൊരു സിറ്റിംഗ് MP-യുടെ സാന്നിധ്യം ഇല്ലായ്മ സംഭവിക്കുമോ ജോയ്സ് ജോർജിന്? ജോയ്സ് ജോർജ് അവിടെ അത്ര മോശം ഒരാളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ പാർലമെന്റിലെ പ്രവർത്തനം, ഇത് നമ്മൾ ചില MP-മാരുടെ പേര് പറയുന്നില്ല, ചിലവരുടെ പ്രവർത്തനം പാർലമെന്റിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ മണ്ഡലത്തിൽ വളരെ സ്വീകാര്യരായ പല MP-മാരും ഉണ്ട്. അവർ പിന്നീട് അതിനേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഉള്ള ചില MP-മാരുടെ കാര്യം തന്നെ അത്തരത്തിലുണ്ട്. കഴിഞ്ഞ തവണ കസ്തൂരി രംഗൻ ആയിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ എതിർ സ്ഥാനാർത്ഥി. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് മാറി, ആ ഒരു ചൂട് മാറി. പക്ഷേ ഈ പള്ളിക്കാരാണെങ്കിലും അല്ല ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കാരാണെങ്കിലും അവരൊക്കെ ഇപ്പോഴും ജോയ്സ് ജോർജുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ജോയ്സ് ജോർജ് നാട്ടുകാരുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് ജോയ്സ് ജോർജ് ഒരു മോശം കാൻഡിഡേറ്റ് ആണ് എന്ന അഭിപ്രായം എനിക്കില്ല. മാത്രമല്ല വലിയ സാധ്യത കാണുന്നില്ല. അദ്ദേഹം പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് 5000 കോടിയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചത്. അതൊരു പ്രഖ്യാപനം മാത്രമായി നമ്മൾ എടുത്താൽ മതി. നിയമസഭയിൽ തന്നെ പറഞ്ഞു കേട്ട ഒരു കാര്യം, അവിടെ ഇടുക്കിക്ക് കടലില്ലാത്തതുകൊണ്ട് പോർട്ട് കിട്ടിയില്ല, ഇല്ലായിരുന്നെങ്കിൽ ഒരു തുറമുഖം കൂടി ഈ 5000 കോടിയുടെ പാക്കേജിൽ പെടുത്തുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രചരണ ആയുധമാക്കാൻ CPM താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഒരു ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
എന്ന് വെച്ചാൽ ജോയ്സ് ജോർജിനെ തന്നെ മുൻനിർത്തി മണ്ഡലം നിലനിർത്താനാകും, വേണ്ട സഹായങ്ങൾ 5000 കോടിയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇടുക്കിക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് എന്ന് പറയുമ്പോൾ ജോയ്സ് ജോർജ് എന്ന് കാണണ്ട, ആ മണ്ഡലം നിലനിർത്താൻ CPM താല്പര്യപ്പെടുന്നുണ്ട്. അവർ അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകും. അത് ഫ്രാൻസിസ് ജോർജ് ആകുമോ ജോയ്സ് ജോർജ് ആകുമോ എന്നുള്ളത് വേറെ കാര്യം. ജോയ്സ് ജോർജ് തന്നെയാണ് ഞാൻ സാധ്യത കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡീൻ കുര്യാക്കോസ് നല്ല കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. അല്ല, അത് പി ജെ ജോസഫ് വിട്ടുവീഴ്ച ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ഒരു കീറാമുട്ടിയാകുക തന്നെ ചെയ്യും. പി ജെ ജോസഫിനെ പോലെ നേതാവിനെ തള്ളിക്കളയാൻ കോൺഗ്രസിനുമാവില്ല, UDF മാത്രമല്ല, മാനിര പ്രശ്നം മാത്രമല്ല, കോൺഗ്രസിനുമാവില്ല. അത്ര വലിയ അല്ല. പക്ഷെ അതിലൊരു വാചകമുണ്ട്, ശ്രീ കെ എം മാണി പറഞ്ഞു കഴിഞ്ഞു, ഈ 2ാം സീറ്റിന്റെ പേരിൽ പക്ഷേ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനില്ല. അതെ, 2ാം സീറ്റ് വേണ്ട, വച്ചുമാറിയാലും മതിയല്ലോ. വേണമെങ്കിൽ ഒരു കീറാമുട്ടിയാകുമ്പോൾ കോട്ടയം ഇടുക്കിയും വെച്ച് മാറാം. അല്ല, അത് പക്ഷേ പി ജെ ജോസഫ് ഉന്നയിക്കുന്ന 2 സീറ്റ് എന്നുള്ള അല്ല. പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം 2 സീറ്റ് എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന്റെ കാൻഡിഡേറ്റ് ഒരു പക്ഷെ സ്വന്തം മാറ്റി മത്സരിക്കാൻ തന്നെ തയ്യാറായെന്നും വരാം. അത് അദ്ദേഹത്തിന് ഒരു സീറ്റ് വേണമെന്നുള്ളതാണ്. അതിന് കെ എം മാണിയെ വിട്ടുവീഴ്ച ചെയ്തുവിടുന്നില്ല. കാരണം രാജ്യസഭാ സീറ്റ് തർക്കം വന്നപ്പോൾ പി ജെ ജോസഫ് ജോസ് കെ മാണിക്കൊപ്പം നിന്നു. ജോസ് കെ മാണി അനുകൂലിച്ച ഒരു ഘടകം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും ശ്രീ കെ എം മാണിയെ പോലെ ഒരാൾ കോട്ടയം എന്ന തട്ടകം വിട്ടുകൊടുത്ത് പി ജെ ജോസഫിന് വേണ്ടി ഇടുക്കി കൈയൊഴിയുക എന്നൊക്കെ പറയുന്നത് മറ്റു ഘടകങ്ങൾ നോക്കാം അല്ലേ.